എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിലെ ഭീമാശങ്കര ജ്യോതിർലിംഗ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഭീമാശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിന്റെ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഭീമാശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിലോട്ട് എത്താനായിട്ട് നമുക്ക് ആദ്യം മഹാരാഷ്ട്രയിലെ പൂനെയിലെത്തണം. പൂന ശിവാജി നഗർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇങ്ങോട്ടുള്ള ബസ്സുകൾ കിട്ടുന്നത്. ശിവാജി നഗർ ബസ് സ്റ്റാൻഡിൽ നിന്ന് രാവിലെ ഒരു 5 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് നമുക്ക് ഇങ്ങോട്ടുള്ള ബസ്സുകൾ കിട്ടും. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടുള്ള ബസ് കിട്ടുകയില്ല. ഇവിടെ നിന്ന് ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നൊരു 120 കിലോമീറ്ററോളം ഉണ്ട് ഭീമാശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രം വരെ. ഒരു 185 രൂപയാണ് ബസ്സിൻ്റെ ചാർജ്. മഹാരാഷ്ട്ര സ്റ്റേറ്റിൻ്റെ ബസ്സാണ്. ഞാൻ ഏപ്രിൽ മാസം 19-ാം തീയതിയാണ് ഈ ഭീമാശങ്കറിലോട്ട് വരുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല വരണ്ട് കിടക്കുകയാണ്, നല്ല ചൂടാണ്. എല്ലായിടത്തും വരണ്ട്, വഴികളിലെ പച്ചപ്പൊന്നുമില്ല, എല്ലാം വരണ്ട് കിടക്കുകയാണ്. ഇവിടെ ആൾക്കാർ പറയുന്നത് ഈ മൺസൂൺ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല പച്ചപ്പായിരിക്കും, നല്ല രസമായിരിക്കും കാണാനാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തീരെ ആള് കുറവാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇങ്ങോട്ടൊക്കെ വരുന്ന ആൾക്കാർ തീരെ കുറവാണ്. ജ്യോതിർലിംഗ ക്ഷേത്ര ദർശനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ 5ാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്ര ദർശനത്തിനായിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനോടകം തന്നെ 4 എണ്ണം പൂർത്തീകരിച്ചു. മഹാരാഷ്ട്രയിലെ 2 എണ്ണവും, ഒന്ന് ആന്ധ്രയിലെയും ഒന്ന് തമിഴ്നാട്ടിലെയും. അപ്പം ഇത് 5ാമത്തേതാണ്. മഹാരാഷ്ട്രയിലെ 3ാമത്തേതും ആണ്. മഹാരാഷ്ട്രയിൽ 3 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണ് ആകെ ഉള്ളത്. ഭീമാശങ്കർ ബസ് സ്റ്റോപ്പിനടുത്ത് തന്നെ ഒരു പബ്ലിക് ബാത്റൂം ഒക്കെ ഉണ്ട്. അവിടെ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ക്ഷേത്ര ദർശനമായിട്ട് പോകാനായിട്ട് തുടങ്ങുവാണ്. കഴിവതും ചിലവ് ചുരുക്കി യാത്ര ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സമയം രാവിലെ ഒരു 9:45. എന്നിട്ട് ഇവിടെ ശകലം പോലും തിരക്കൊന്നും കാണുന്നില്ല. സാധാരണ ഇങ്ങനെയുള്ള ക്ഷേത്രത്തോട്ടൊക്കെ പോകുന്ന വഴിയിലൊക്കെ നല്ല തിരക്ക് കാണുന്നതാണ്. ഒരു തിരക്കും കാണുന്നില്ല. കടകളൊന്നും തുറന്നിട്ടില്ല. കടകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പം തീരെ സീസൺ അല്ലെന്ന് തോന്നുന്നു. ആരും ഈ സാമാന്യം നല്ല ചൂടായതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരുന്ന സമയമല്ല ഇപ്പോഴ്. നമുക്ക് ഈ ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിലൊക്കെ മിക്കവാറും കാണാൻ പറ്റുന്നൊരു സംഗതിയാണ്. ഇതുപോലെ പൊട്ട് കുത്തിത്തരുന്ന ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ഏത് ക്ഷേത്രത്തിലാണോ പോകുന്നത് അവിടുത്തെ ദൈവത്തിൻ്റെ രീതിയിലുള്ള ഒരു പൊട്ടാണ് നമുക്ക് കുത്തിത്തരുന്നത്. ഇവിടെ നമ്മൾ ആ വണ്ടി ഒക്കെ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് കുറച്ച് താഴോട്ടാണ് ക്ഷേത്രം ഇരിക്കുന്നത്. നമുക്ക് 2 രീതിയിലുള്ള വഴികളുണ്ട്. ഇപ്പം ഞാൻ നടന്നു പോകുന്നത് റോഡേ കൂടെയാണ് നടന്നു പോകുന്നത്. അല്ലാതെ എൻ്റെ പലദിവസത്തൂടെ സ്റ്റെപ്പ് ഇറങ്ങി വേണമെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകാം. സ്റ്റെപ്പ് ആകുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് ചെല്ലും. ഇതാകുമ്പോൾ കുറച്ച് വളച്ച് ചെല്ലും. പക്ഷേ സ്റ്റെപ്പ് ഇറങ്ങുന്നതിലും എളുപ്പമാണ് ഇത് നടന്നു പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനോട് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സൈഡിലൊക്കെ ആൾക്കാർക്ക് ക്യൂ നിൽക്കാനായിട്ടുള്ള വഴികളൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം തീരെ തിരക്ക് കുറവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയിലെ 5ാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമായിട്ടുള്ള ഭീമാശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഈ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെ കഥകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. രാമായണത്തിലെ രാവണൻ്റെ സഹോദരനായിട്ടുള്ള കുംഭകർണൻ്റെ മകന് ഭീമനുമായിട്ട് ബന്ധപ്പെട്ട ചില കഥകളാണ് നമുക്ക് പുരാണങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ ഭീമാശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഈ ഭീമാശങ്കർ എന്ന ഈ ക്ഷേത്രത്തിന് പേരും വരുന്നത്. അസുരനായിട്ടുള്ള ഭീമൻ്റെ അമ്മയും കാട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കൽ ഭീമൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, എന്താണ് നമുക്കിങ്ങനെ ഈ ഗതി വരാനായിട്ട് കാരണം, എൻ്റെ അച്ഛൻ ആരായിരുന്നു? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭീമൻ്റെ അമ്മയോട് ചോദിക്കുമ്പോഴത്തേനും ഈ ഭീമൻ്റെ അമ്മ നടന്ന കഥകൾ മുഴുവൻ പറയുകയാണ്. രാമായണ കഥയിൽ ഇങ്ങനെ ശ്രീരാമന് ലങ്കയിൽ വരുന്നതും, ലങ്കയിൽ വന്ന് രാവണനെ കൊല്ലുന്നതും, രാവണനെയും കുംഭകർണനെയും ഭീമൻ്റെ അച്ഛനായിട്ടുള്ള കുംഭകർണനെ കൊല്ലുന്നതും, അതുപോലെ ഈ ഭീമൻ്റെ അമ്മയുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഈ മറ്റ് മഹർഷിമാരൊക്കെ പല കാരണങ്ങൾ കൊണ്ട് കൊല്ലുന്നതും, അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും രാമൻ്റെ ആൾക്കാരാണ് കൊന്നത് എന്ന് പറയുകയും, അങ്ങനെ ഈ ഭീമന് രാമനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പരിസരത്ത് വരുന്നതായിട്ടാണ് കഥയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഈ ഭീമന് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരങ്ങളൊക്കെ മേടിക്കുകയാണ്. അജയനാകാനും അതിശക്തിമാനാകാനായിട്ടുള്ള വരങ്ങളുമൊക്കെ മേടിച്ച് ബ്രഹ്മാവ് അങ്ങനെ വരങ്ങളുമൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഭീമന് ഭയങ്കര അഹങ്കാരിയായിട്ട് മഹർഷിമാരെയും ദേവകളെയും മഹാവിഷ്ണുവിനെയും വരെ ദ്രോഹിക്കുവാനായിട്ട് തുടങ്ങിയാണ്. അങ്ങനെ ഈ ഭീമൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ദേവതകളെല്ലാം മഹാദേവനെ പ്രാർത്ഥിക്കുകയും മഹാദേവനോട് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും. മഹാദേവൻ അങ്ങനെ ഭീമനെ വധിക്കുകയും ചെയ്യുകയാണ്. മഹാദേവൻ ഭീമനെ വധിച്ച സ്ഥലമാണ് ഈ ഭീമാശങ്കര ജ്യോതിർലിംഗ ക്ഷേത്രം ഇപ്പോഴിരിക്കുന്നത്. അങ്ങനെ മഹാദേവൻ ഭീമനെ വധിച്ച സ്ഥലത്ത് മഹാദേവൻ്റെ നിത്യസാന്നിധ്യം ഉണ്ടാകണമെന്ന് ദേവതകളൊക്കെ അഭ്യർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് മഹാദേവന് ഇവിടെ സ്ഥിരമായിട്ട് കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ കമ്പികളും ഒക്കെ ഇട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ഇത് എന്താ കാരണം എന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നു ശിവരാത്രി കഴിഞ്ഞിട്ട് ശിവരാത്രിക്കുള്ള ഉത്സവത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്തെങ്കിലും അലങ്കാരത്തിന് വേണ്ടി ഇട്ടതാണോ അതോ എന്തെങ്കിലും കൺസ്ട്രക്ഷനൊന്നും നടക്കുന്നതായിട്ട് കണ്ടിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ നമുക്ക് ചിത്രങ്ങളൊന്നും അത്ര ഒരു ഭംഗിയോടുകൂടി നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ഉപദേവതാ പ്രതിഷ്ഠകളാണ്. ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. വീഡിയോ എടുക്കുന്നതിനൊക്കെ കയറി എടുത്തോളാനും പറഞ്ഞിട്ട് അകത്തോട്ട് കയറി എടുത്തോളാൻ ഇങ്ങനെ കൈ കാണിക്കുകയാണ്. തിരക്കില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു.
ഈ ഭീമാശങ്കർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു കർണൻ എന്ന് പറഞ്ഞ ഒരു ചാലുക്യ രാജാവ് ആണ് 6-ാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനൊരു ക്ഷേത്രം പണിതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം പല രാജാക്കന്മാർ പല നൂറ്റാണ്ടുകളിലായിട്ട് ഇവിടെ പല രീതിയിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഛത്രപതി ശിവാജി മഹാരാജാവ് ഇവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നുവെന്നും പല ചരിത്രരേഖകളിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഭാരതത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണുള്ളത്. പക്ഷേങ്കിൽ ഈ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളൊന്നും മലയാളികൾ അത്ര പ്രാധാന്യത്തോടു കൂടിയിട്ട് അല്ല കാണുന്നതെന്നാണ് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്, എത്തിപ്പെടാനായിട്ടൊക്കെ പാടാണ്. അപ്പം ഇതെന്താണെങ്കിലും ഉത്തരേന്ത്യയിലുള്ള അനേകം ആൾക്കാർ ഈ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയും യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ രാമേശ്വരത്തൊക്കെ ചെന്നപ്പം അനേകം ഉത്തരേന്ത്യക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ചിലപ്പോൾ ഒന്നിച്ചായിരിക്കുകയല്ല, പലപ്പോഴായിട്ട് ഈ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയും യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്ര നമ്മൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് ആകെ ഇന്ത്യയുടെ മുഴുവൻ ഒരു ചിത്രം, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പല രീതിയിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപെടാനായിട്ടുള്ളൊക്കെ അവസരം കിട്ടും. അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങൾ, ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും ഭക്ഷണവും ഒക്കെ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. മറ്റുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലവ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നമ്മളുള്ള താമസ സൗകര്യങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ വളരെ കുറവായിരിക്കും. മിക്കവാറുമുള്ള ക്ഷേത്രത്തിലെല്ലാം തന്നെ ഈ ഡോർമെട്രി സംവിധാനങ്ങൾ കാണും. കൂടി വന്ന 200 രൂപയ്ക്കൊക്കെ മാക്സിമം നമുക്ക് അവിടെ താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും കൂടെ കിട്ടും. അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ട് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല ക്ഷേത്രങ്ങളോട് താല്പര്യം കൂടുതലുണ്ട്. ക്ഷേത്രങ്ങളുടെ കഥകളും കാര്യങ്ങളും അറിയാനായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. മറ്റ് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനായിട്ടൊന്നും കാണുകയില്ല. ക്ഷേത്രങ്ങളാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള അനേകം കഥകൾ കാണുമായിരിക്കും. അതിൻ്റെ ചരിത്രങ്ങളും മറ്റു പല കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യാത്രകൾ ഇങ്ങനെ ക്ഷേത്രങ്ങളിലൂടെയാണ്, കുറച്ചു കാലത്തേന് നമ്മൾ ക്ഷേത്രങ്ങളിലൂടെ തന്നെ തുടരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭീമാശങ്കര ജ്യോതിർലിംഗ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നില്ല. ഇവിടെ കൂടുതൽ വേറെ കാണാനായിട്ട് കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകേണ്ടതുകൊണ്ട് നമ്മൾ തിരിച്ചു ഇവിടുന്ന് പോവുകയാണ്. അപ്പം അടുത്തായിട്ട് നമുക്ക് പോകേണ്ടത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. ഇൻഡോറിനടുത്ത് 2 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് ഓംകാരേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രവും ഒന്ന് ഉജ്ജയിനിലെ മഹാകാലേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രവും. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് തിരിച്ച് നമുക്ക് ഇനിയും നാസിക്കിൽ ചെല്ലണം. നാസിക്കിൽ ചെന്നിട്ട് നാസിക്കിൽ നിന്ന് ഇൻഡോറിന് ബസ്സിന് പോകണം. നല്ല ദൂരമുണ്ട്. നാസിക്ക് വരെ പോകണമെങ്കിൽ നമുക്ക് ഈ ഇടയ്ക്ക് ഞാനിപ്പം പൂനെക്കുള്ള ബസ്സിനാണ് കയറിയിരിക്കുന്നത്. പൂനെക്കുള്ള ബസ്സിന് കയറിയിട്ട് ഇടയ്ക്ക് മഞ്ചർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്ത് കയറി അവിടെ നിന്ന് നാസിക്കിലെത്തണം. നാസിക്കിൽ നിന്ന് ഇൻഡോറിന് പോകണം. ഇൻഡോറിന് ഡയറക്റ്റ് വണ്ടി കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും കുറച്ചുപോലും സമയം പാഴാക്കാതെ നേരെ ഇൻഡോറിന് പോകാനായിട്ടാണ് പദ്ധതി. ഇപ്പോഴത്തെ ഒരു പ്ലാൻ അങ്ങനെയാണ്. അപ്പം നിരന്തരം യാതൊരു റെസ്റ്റും ഇല്ലാത്തൊരു യാത്രയാണ്, തുടർച്ചയായിട്ടുള്ള യാത്രയാണ്. വീട്ടിൽ നിന്ന് പോകുന്നു, ട്രെയിനിൽ നേരെ പൂനെയിൽ വന്നു, പൂനെയിൽ നിന്ന് പൂനെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ഇങ്ങോട്ടെത്തി. ഇവിടെ നിന്ന് വീണ്ടും തിരിച്ച് നാസിക്കിലോട്ട് പോവുകയാണ്. നാസിക്കിൽ നിന്ന് ഇനി ഇൻഡോറിന് പോകണം. അടുത്ത മധ്യപ്രദേശിൽ 2 ജ്യോതിർലിംഗ ക്ഷേത്രമാണുള്ളത്. അപ്പം മുന്നോട്ട് നമ്മുടെ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം എല്ലാവരും കാണണം. അപ്പോൾ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയുടെ എല്ലാം വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതുവരെ ആ വീഡിയോകളൊക്കെ കാണാത്തവർ ആ വീഡിയോകൾ ദയവായിട്ട് കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോകളൊക്കെ ഇഷ്ടമുള്ളവരിലേക്ക് വീഡിയോകൾ ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.